ഗ്രോത്ത് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അപ്പൊ നമ്മൾ ഇത് നോക്കുന്നത് മോഡേൺ ഇന്ത്യയുടെ പോർഷനിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ഗ്രോത്ത് ഓഫ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നുള്ളത്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലേക്ക് ഒരുപാട് ഫോറിനേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ വന്നത് തൊട്ട് 4 പേരാണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത്. അപ്പം ആ 4 പേരുടെ ഓർഡർ പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് കേരള ഹിസ്റ്ററിയുടെ ക്ലാസ് എടുത്ത സമയത്ത് ഒരു കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഒരു കാര്യം അറിയാം, ഇംഗ്ലീഷുകാരാണ് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരാണ് ലാസ്റ്റ് ആയിട്ട് ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പം അതിനു മുമ്പുള്ളവരുടെ ഓർഡറാണ് നമ്മൾ പഠിച്ചു വെക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോഡാണ് ആദ്യമേ നമ്മൾ പറയുന്നത് PDF. അപ്പം PDF എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? P ഫോർ പോർച്ചുഗീസ്, D ഫോർ ഡച്ച്, F ഫോർ ഫ്രാൻസ്. അപ്പൊ അതുകൊണ്ട് എന്താ ഒരു ഓർഡർ ആണ് അല്ലെ, ഒരു ക്രോണോളജിക്കൽ ഓർഡർ ആണ് നമ്മളിവിടെ പറയുന്നത്. ആദ്യമേ വന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ് ഫസ്റ്റ് ഇന്ത്യയിലേക്ക് വരുന്നത്. അതിനുശേഷം വരുന്നത് ഡച്ചുകാരായിരുന്നു. അതിനുശേഷം ഫ്രാൻസ് വരുന്നു. അവസാനമായിട്ട് വരുന്നത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. അപ്പം ആ ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ ആ ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്തൊക്കെ ലക്ഷ്യം വെച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്, അത് പിന്നെ എങ്ങനെയാണ് ഇന്ത്യയിൽ വളർന്നു വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. The south of the countries, the rich cargoes of spices, caloces, silk, pearl, gold, drug proclaim they carried and the high profit they made inflamed the imagination of the merchants of England and made them impatient to participate in such a profitable commerce. അപ്പം ഈ ആദ്യത്തെ പാരഗ്രാഫിൽ എന്താ പറയുന്നത്? പോർച്ചുഗീസുകാരാണ് ഇങ്ങോട്ട് ആദ്യമേ വന്നത്. അപ്പം അവരിവിടെ വന്നിട്ട് ഒരുപാട് പ്രോഫിറ്റ് ആണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഇന്ത്യ എന്ന് പറയുന്നത് ആ സമയത്ത് ഒരുപാട് റിസോഴ്സസ് ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ്. അതായത് സ്പൈസസിനാണെങ്കിലും ടെക്സ്റ്റൈൽസിനാണെങ്കിലും സിൽക്ക് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ട് ഭയങ്കര പ്രോസ്പെറസ് ആയിട്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പം ആദ്യം അവർ വന്നിട്ട് ഇവിടെ നല്ല രീതിക്കാണ് പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഡച്ച് വരുന്നുണ്ട്, ഫ്രാൻസ് വരുന്നുണ്ട്. ഇംഗ്ലീഷ് ഇങ്ങോട്ട് വരുന്നില്ല അല്ലെ, അവരവസ്ഥ വരുന്നത്. അപ്പൊ ഈ പോർച്ചുഗീസ് ഇത്രയും ബെനിഫിറ്റും പ്രോഫിറ്റും ഒക്കെ ഇവിടെ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് ഇംഗ്ലീഷുകാർക്ക് എന്താ പിന്നെയും അവിടെ ഒരു സമാധാനത്തോടുകൂടി നിൽക്കാൻ സാധിച്ചില്ല. കാരണം എന്താ, അവർക്കും ഇതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഇന്ത്യ എന്നുള്ള ഈ ഒരു പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നും മാക്സിമം സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതുവഴി പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആരും ആഗ്രഹിച്ചിരുന്നു? ഇംഗ്ലീഷ് ആഗ്രഹിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഒരു ഇംഗ്ലീഷ് അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് കമ്പനി ഫോം ചെയ്യുന്നത്. ഇംഗ്ലീഷ് അസോസിയേഷൻ or company to trade with the East was formed in 1599 under the auspices of the group of merchants known as Merchants and Adventurers. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്താണ്? ഒരു ഇംഗ്ലീഷ് അസോസിയേഷൻ ഒരു കമ്പനി രൂപീകരിക്കുന്നത് ഏത് വർഷമാണ് രൂപീകരിക്കുന്നത്? 1599 ബ്രിട്ടീഷ് ഇംഗ്ലീഷ് അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് കമ്പനി ഫോം ചെയ്യുന്നത്. ആരൊക്കെ കൂടെ ചേർന്നിട്ടായിരുന്നു ഒരു കമ്പനി ഫോം ചെയ്തത്? അവിടെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് ഓഫീസേഴ്സും കുറെ ഗ്രൂപ്പ് ഓഫ് മർച്ചന്റ്സും കൂടെ ചേർന്നിട്ടാണ് അങ്ങനെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ കമ്പനി ആദ്യം അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? അഡ്വഞ്ചേഴ്സ്. ഇതൊരു തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. മർച്ച് ആൻഡ് അഡ്വഞ്ചേഴ്സ് എന്നുള്ള ഒരു പേരിലായിരുന്നു ആദ്യമേ ഒരു ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത്. ഏത് വർഷമായിരുന്നു? 1599. The English East India, popularly known as John Company, founded by the Royal Charter of Queen Elizabeth I on December 31, 1600, became one of the most powerful commercial enterprises in its time. അപ്പൊ ഇതിനകത്ത് പറയുന്നത് എന്താ? ആദ്യം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ജോൺ കമ്പനി. ആദ്യം ഇത് രൂപീകരിക്കുമ്പോൾ ഉണ്ടായിരുന്നതിന്റെ പേരെന്തായിരുന്നു? മെർച്ചന്റ് അഡ്വഞ്ചേഴ്സ് എന്നായിരുന്നു ഇതിന്റെ പേര്. ഇത് വർഷമാണ് രൂപീകരിക്കുന്നത്? 1599 ഇത് രൂപീകരിച്ചത്. അതിനുശേഷം ഇംഗ്ലീഷ് കമ്പനി ജോൺ കമ്പനി എന്നുള്ള ഒരു പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഈ ജോൺ കമ്പനി എന്ത് പ്രകാരമായിരുന്നു അധികാരത്തിൽ വന്നത് അല്ലെങ്കിൽ ഫോം ചെയ്തതെന്നാണ് പറയുന്നത്. അതായത് ക്യൂൻ എലിസബത്ത് ഫസ്റ്റ് അന്നത്തെ ബ്രിട്ടീഷ് ക്യൂൻ ആയിരുന്നു. ആ ബ്രിട്ടീഷ് ക്യൂന്റെ ഒരു റോയൽ ചാർട്ടർ പ്രകാരം 1600 ഡിസംബർ 31 ഈ ജോൺ കമ്പനി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ചെയ്യുന്നത്. The company obtained the Crown Charter for exclusive permission to trade in goods
trade and growth of East India Company, the East Indies for 15 years. അപ്പം ഈ ഒരു ചാർട്ടർ പ്രകാരം അല്ലെങ്കിൽ റോയൽ അതോറിറ്റി പ്രകാരം ക്യൂൻ എലിസബത്തിന്റെ കയ്യിൽ നിന്ന് ഏകദേശം 15 വർഷത്തേക്കുള്ള ഇന്ത്യയിലെ ട്രേഡ് ചെയ്യാനുള്ള ഒരു അധികാരം ആര് വാങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്? ഈ ജോൺ കമ്പനി അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. The English East India Company was a trading concern from 1600 to 1757. The company's profit primarily came from the sale of Indian textiles and spices abroad. ഇതിനകത്ത് പറയുന്നത് എന്താണ്? ഒരു 1600-1757 കാലഘട്ടങ്ങളിൽ ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് വന്നതിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് എന്ത് മാത്രമായിരുന്നു? ട്രേഡ് മാത്രമായിരുന്നു. ഈ സമയങ്ങളിൽ ഇവരിവിടെ വന്നിട്ട് ചെയ്തിരുന്നത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ടെക്സ്റ്റൈൽസ്, അന്നത്തെ സമയത്ത് ഇന്ത്യയിൽ വൈഡ്ലി നമുക്ക് കാണാൻ പറ്റുന്ന ഭയങ്കര ഫ്ലറിഷ് ചെയ്തിരുന്ന ഒരു ഇൻഡസ്ട്രി കൂടിയാണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഭയങ്കര ഹ്യൂജ് എമൗണ്ടിലുള്ള സ്പൈസസിന്റെ കൾട്ടിവേഷൻ ഉണ്ടായിരുന്നു. ഇതിനെ രണ്ടിനെയും ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതിൽ നിന്നും പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ളൊരു ലക്ഷ്യം വെച്ചിട്ടായിരുന്നു ആര് വരുന്നത്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് വരുന്നത്. In exchange, the company brought valuable metals into India. അപ്പം ഇവർ ചെയ്തിരുന്നത് ഇന്ത്യൻ ടെക്സ്റ്റൈൽസും സ്പൈസസും ഇവരുടെ നാട്ടിലേക്ക് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കൊണ്ടുപോയി അവിടെ വലിയ ലാഭത്തിനായിരുന്നു വിറ്റിരുന്നത്. പകരം അവിടെ നിന്ന് അവർ എന്ത് കൊണ്ടുവന്നിരുന്നു? ഇവിടെ ഇല്ലാതിരുന്ന, ഇന്ത്യയിൽ ഇല്ലാണ്ടിരിക്കുന്ന വാല്യുബിൾ ആയിട്ടുള്ള മെറ്റൽസും കാര്യങ്ങളും ഇന്ത്യയിലേക്ക് കൊണ്ടുവരുവാണ് ചെയ്യുന്നത്. The policy of the company was to encourage production and export of Indian products. The company, primarily committed to trade, gradually penetrated into the political fabric of India with a passion to control the Indian state. അപ്പം ഇവരുടെ പോളിസി എന്ന് പറയുന്നത് ഇവിടെയുള്ള പ്രൊഡക്ട്സ് അങ്ങോട്ട് കൊണ്ടുപോവുക, അവിടെയുള്ള പ്രൊഡക്ട്സ് ഇങ്ങോട്ട് കൊണ്ടുവരിക. അതായിരുന്നു ഇവരുടെ ഒരു പോളിസി എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ പറഞ്ഞു ട്രേഡിന് വേണ്ടി മാത്രമായിരുന്നു അല്ലേ. 1600-1757 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് എന്ത് മാത്രമായിരുന്നു? ട്രേഡ് മാത്രമായിരുന്നു. പക്ഷെ അതിനുശേഷം ഇവർ പയ്യെ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള അഫയേഴ്സിലേക്ക് ഇടപെടാൻ തുടങ്ങി. അതുവഴി ഇന്ത്യയിൽ ഒരു അധികാരം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. Absence of a strong national authority made matters still worse. Wherever they established factories, they mixed trade and diplomacy with conspiracy, conquest, consolidation, and control. Bengal was the first provinces to come under the British rule. From the beginning, the trade and other operation in India were mainly focused in Bengal. അപ്പോൾ പിന്നീട് എന്താണ് പറയുന്നത്? അവരിവിടെ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടാൻ തുടങ്ങുന്നു. അത് ഓൾമോസ്റ്റ് ഒരു വിജയത്തിലേക്ക് എത്താനുള്ള ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത് ഇവിടെ ഒരു യൂണിറ്റി ഇല്ലായിരുന്നു. അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു ഇൻവോൾവ്മെന്റിനെയൊക്കെ തടഞ്ഞു നിർത്താൻ വേണ്ടി മാത്രമല്ല ഒരു പൊളിറ്റിക്കൽ അതോറിറ്റിയോ യൂണിറ്റിയോ ഒരു കാര്യങ്ങളും ഇവിടെ ഇന്ത്യയിൽ ഇല്ലായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ള കണ്ടീഷൻസ് ഒക്കെ ഇവർക്ക് എന്തായിട്ട് മാറി? ഭയങ്കര ഫേവറബിൾ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഇവര് ഇന്ത്യൻ സ്റ്റേറ്റ്സിനെ അല്ലെങ്കിൽ ഇന്ത്യയിൽ കൺട്രോൾ കൊണ്ടുവരാൻ ശ്രമിച്ചെന്ന്. അതിന് ഏറ്റവും അവർ കൂടുതൽ കൺട്രോൾ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്ന ഒരു പോർഷൻ ആയിരുന്നു ബംഗാൾ എന്ന് പറയുന്നത്. അപ്പം ബംഗാളിൽ ആദ്യമേ തൊട്ട് തന്നെ ട്രേഡിന്റെ പർപ്പസിന് വേണ്ടിയിട്ടും ഇവർ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അതിന് ഒരുപാട് റീസൺസ് പറയുന്നുണ്ട്. Bengal was one of the most prosperous provinces, industrially advanced and commercially vulnerable to foreign lust. ബംഗാളിന്റെ പ്രത്യേകത എന്തായിരുന്നു? ബംഗാൾ എന്ന് പറയുന്നത് ഭയങ്കര പ്രോസ്പെറസ് ആയിട്ടുള്ള പ്രൊവിൻസസ് ആയിരുന്നു. എല്ലാ കാര്യം കൊണ്ടും ഇൻഡസ്ട്രിയിൽ നോക്കുകയാണെങ്കിലും ടെക്സ്റ്റൈൽസിന്റെ കാര്യത്തിലാണെങ്കിലും സ്പൈസസിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം കൊണ്ടും ഭയങ്കരമായിട്ട് ഫ്ലറിഷ് ചെയ്തിരുന്ന ഒരു സ്ഥലമായിരുന്നു ബംഗാൾ എന്ന് പറയുന്നത്. ഇനി അന്നത്തെ ബംഗാൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അന്നത്തെ ബംഗാൾ പ്രൊവിൻസസ് എന്ന് പറയുന്നത് ഇന്നത്തെ ബംഗാൾ, ബീഹാർ, ഒറീസയും കൂടെ കൂടിച്ചേർന്നതായിരുന്നു. അപ്പം ഇവര് ബംഗാൾ ചൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇവരുടെ ഇൻട്രസ്റ്റ് ബംഗാളിലേക്ക് തിരിയാനുള്ള ഏറ്റവും വലിയ റീസൺ എന്ത് തന്നെയായിരുന്നു? ബംഗാൾ ഭയങ്കര പ്രോസ്പെറസ് ആയിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നത് തന്നെയായിരുന്നു. The first English factory in Bengal was set up in Hugal in അപ്പം ഫസ്റ്റ് ഇംഗ്ലീഷ് ഫാക്ടറി ഇൻ ബംഗാൾ വാസ് സെറ്റപ്പ് ഇൻ ഹൂഗ്ലി ഇൻ 1651. അപ്പം ഇംഗ്ലീഷുകാരുടെ ആദ്യത്തെ ഫാക്ടറി വരുന്നത് എവിടെയാണ്? ബംഗാളിൽ തന്നെയാണ്. ബംഗാളിലെ ഹ്യൂഗ്ലി എന്നുള്ള സ്ഥലത്ത് 1651 ഇവരുടെ ഇംഗ്ലീഷുകാരുടെ ഫസ്റ്റ് ഫാക്ടറി വരുന്നത്.
ഇത്രയും പോർഷൻസ് ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട്? നമുക്കൊന്നുകൂടെ അപ്പം എന്തൊക്കെ പോയിന്റ്സ് ആണ് ഇത്രയും നോക്കിയെന്ന് സമ്മപ്പ് ചെയ്ത് പറയാം. ആദ്യമേ നമ്മൾ പറഞ്ഞു ഇംഗ്ലീഷ് അസോസിയേഷൻ എന്നുള്ളൊരു പേരില് ഇവരെ സ്റ്റാർട്ട് ചെയ്യും. ഇംഗ്ലീഷ് അസോസിയേഷൻ അല്ലെങ്കിൽ കമ്പനി അല്ലെങ്കിൽ മെർച്ചന്റ് ആൻഡ് അഡ്വഞ്ചേഴ്സ് എന്നുള്ള ഒരു പേരിലായിരുന്നു ആദ്യമേ ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അറിയപ്പെട്ടിരുന്നത്. എന്നാണ് അത് ഫോം ചെയ്തത്? 1599 ഇത് ഫോം ചെയ്യുന്നത്. പിന്നീട് ക്യൂൻ എലിസബത്തിന്റെ ചാർട്ടർ പ്രകാരം 1600 ഡിസംബർ 31 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുകയാണ്. അതിന്റെ അന്നത്തെ സമയത്ത് അത് അറിയപ്പെടുന്നത് ജോൺ കമ്പനി എന്നുള്ള ഒരു പേരിലായിരുന്നു. ഈ ഒരു ചാർട്ടർ പ്രകാരം ഏകദേശം 15 വർഷത്തേക്ക് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ ട്രേഡ് നടത്താനുള്ള അവകാശം കിട്ടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രൈമറിലി ഇങ്ങോട്ട് വന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് എന്തായിരുന്നു? ട്രേഡ് ആയിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ടെക്സ്റ്റൈൽസും സ്പൈസസും അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യും, അവിടെ ഉണ്ടായിരുന്ന മെറ്റൽസ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുക. അങ്ങനെ എന്താ ഒരു ഇവിടുത്തെ പ്രൊഡക്ഷൻ കൂട്ടുന്നത് വഴി ഇന്ത്യയിൽ നിന്നുള്ള സാധനങ്ങൾ അങ്ങോട്ട് കയറ്റി വിടുന്നതിന്റെ അളവും കൂടുമല്ലോ. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രൊഡക്ഷനെ എൻകറേജ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഏറ്റവും വലിയ പോളിസി എന്നും പറയുന്നത്. പിന്നെ പയ്യെ ഇവർ ഇവിടുത്തെ ഉണ്ടായിരുന്ന പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടാൻ തുടങ്ങുവാണ്. ഇവിടെ ഒരു പൊളിറ്റിക്കലി യുണൈറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടി മാത്രം ശക്തരായ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ ഇവർക്ക് ഫേവറബിൾ ആയി മാറി പയ്യെ ഇവര് ഇന്ത്യൻ സ്റ്റേറ്റ്സ് പിടിച്ചടക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ആദ്യമേ ഇവരുടെ കീഴിലേക്ക് വരുന്നതും ഏറ്റവും കൂടുതൽ ഇവർ വരാൻ ആഗ്രഹിച്ചിരുന്നതുമായിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു ബംഗാൾ എന്ന് പറയുന്നത്. അങ്ങനെ ബംഗാൾ ഇവർ ചൂസ് ചെയ്യാൻ ഒരുപാട് കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. എന്താണ്? ഒന്ന്, ഭയങ്കര പ്രോസ്പെറസ് ആയിട്ടുള്ള പ്രൊവിൻസ് ആണ്, ഇൻഡസ്ട്രിയലി അഡ്വാൻസ്ഡ് ആണ്, കൊമേഴ്ഷ്യലി വേറൊരു ഫോറിൻ ഇൻവേഷനും കാര്യങ്ങളും വരാൻ ചാൻസ് ഇല്ലാത്തൊരു സ്ഥലം കൂടി ആയതുകൊണ്ടാണ് ഇവർ ബംഗാൾ ചൂസ് ചെയ്യുന്നത്. ഇവരുടെ ഫസ്റ്റ് ഫാക്ടറി വരുന്നത് എവിടെ തന്നെയാണ്? ബംഗാളിലാണ്. 1651 ഹ്യൂഗ്ലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഫസ്റ്റ് ഇംഗ്ലീഷ് ഫാക്ടറി വരുന്നത്. ഇത്ര ഓക്കെ അല്ലേ? ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത്, നമ്മൾ പറഞ്ഞു ബംഗാളായിരുന്നു ഇവർക്ക് ഏറ്റവും താല്പര്യം ഉണ്ടായിരുന്ന സ്ഥലമെന്ന്. അപ്പം ബംഗാളിലേക്ക് ബ്രിട്ടീഷുകാരുടെ കൺട്രോൾ വരാൻ വേണ്ടിയിട്ട് 3 മെയിൻ ഈവൻസ് ആണ് ഉണ്ടായത്. അല്ലെങ്കിൽ 3 മെയിൻ ഈവൻസിന്റെ ഭാഗമായിട്ടാണ് ബ്രിട്ടീഷുകാര് ബംഗാളിൽ അവരുടെ അധികാരം കൊണ്ടുവരുന്നത്. ഒന്നാമത്തത് ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറയുന്നത്, രണ്ടാമത്തത് ബാറ്റിൽ ഓഫ് ബുക്സാർ, മൂന്നാമത്തെ റീസൺ നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ മൂന്നാമത്തെ ഇവന്റ് എന്താണ്? ഡ്യുവൽ ഗവൺമെന്റ് ഓഫ് ബംഗാൾ. അപ്പൊ ആദ്യമേ നമുക്ക് ബാറ്റിൽ ഓഫ് പ്ലാസി നോക്കാം. ബാറ്റിൽ ഓഫ് പ്ലാസി നടക്കുന്ന വർഷം എന്ന് പറയുന്നത് 1757 ഏത് വർഷമാണ്? 1757 ബാറ്റിൽ ഓഫ് പ്ലാസി നടക്കുന്നത്. ഇനി ആരൊക്കെ തമ്മിലായിരുന്നെന്നാണ് പറയുന്നത്. ആരൊക്കെ തമ്മിലാണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആൻഡ് സിറാജുൽ ദൗള. സിറാജുൽ ദൗള എന്ന് പറയുന്നത് ബംഗാളിലെ നവാബായിരുന്നു. അന്നത്തെ ബംഗാൾ പ്രൊവിൻസസ് അല്ലെങ്കിൽ ഓരോ പ്രൊവിൻസസിനെയും ഭരിച്ചിരുന്നത് നവാബുമാരായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ നവാബ് എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു അധികാരി അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു കൺട്രോൾ ഉണ്ടായിരുന്ന ആളെയാണ് നമ്മൾ നവാബ് എന്ന് പറയുന്നത്. അപ്പൊ ബാറ്റിൽ ഓഫ് പ്ലാസി നടക്കുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും അതുപോലെ ബംഗാളിലെ നവാബുമായിട്ടുള്ള സിറാജുൽ ദൗളയും തമ്മിലായിരുന്നു. ഇനി ഈ ഒരു ബാറ്റിൽ ഓഫ് പ്ലാസി റീസൺസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് ഓരോ റീസൺസ് നോക്കാം. Firstly, the servants of East India Company had begun to misuse the firman and dastak. അടുത്ത റീസൺ ആയിട്ട് നമ്മൾ പറയുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് മിസ്യൂസ് ചെയ്യാൻ തുടങ്ങുന്നു? ഫർമൻ ആൻഡ് ദസ്തക്. ഫർമനും ദസ്തക് എന്ന് പറയുന്ന 2 ആനുകൂല്യങ്ങൾ ഇവർക്ക് കിട്ടിയിരുന്നു. ഇത് രണ്ടും ഇവരെന്ത് ചെയ്യാൻ തുടങ്ങുന്നു? മിസ്യൂസ് ചെയ്യാൻ തുടങ്ങുകയാണ് ചെയ്യുന്നത്. ഫർമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ ട്രേഡ് നടത്താം, അതായത് യാതൊരുവിധ ടാക്സും കൊടുക്കാണ്ട് തന്നെ ഇന്ത്യയിൽ ട്രേഡ് നടത്താനുള്ള ഒരു അധികാരിയാണ് ഫർമൻ എന്ന് പറയുന്നത്. ദസ്തക് എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന കമ്പനിയിൽ ഉണ്ടായിരുന്ന എംപ്ലോയീസിനും എല്ലാവർക്കും ഈ കമ്പനി ഗുഡ്സുമായിട്ട് ഫ്രീ മൂവ്മെന്റ്, ഇന്ത്യയിൽ മുഴുവൻ ഫ്രീ മൂവ്മെന്റ് നടത്താനുള്ള ഒരു അധികാരം കൊടുത്തിരുന്നതിനെയാണ് നമ്മൾ ദസ്തക് എന്ന് പറയുന്നത്. അപ്പം ഈ ഫർമനും ദസ്തകും ആര് മിസ്യൂസ് ചെയ്യുകയാണ്? അവിടുത്തെ സെർവൻസ്, അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സെർവൻസ് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ ബാറ്റിൽ ഓഫ് പ്ലാസിക്ക് വരുന്ന ഒന്നാമത്തെ റീസൺ. ഇനി രണ്ടാമത്തെ റീസൺ നമ്മൾ പറയുന്നത് ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പയ്യെ ഇവിടെ ഉണ്ടായിരുന്ന പൊളിറ്റിക്കൽ അഫയേഴ്സും അതുപോലെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കും ഇടപെടാൻ തുടങ്ങുന്നു. അതായത് കൂടുതലും ഹിന്ദു റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റിലേക്ക് ഇവരുടെ കടന്നുകയറ്റം വരുന്നുണ്ട്. അതും എന്തിനു കാരണമാവുന്നുണ്ട്?
ബാറ്റിൽ ഓഫ് പ്ലാസിയുടെ രണ്ടാമത്തെ റീസൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. Thirdly, the English were determined to exercise control over Bengal. പിന്നെ മൂന്നാമത്തെ കാരണമായിട്ട് എന്താ നമ്മൾ പറയുന്നത്, ഒറ്റയടിക്ക് ബംഗാളിലെ മുഴുവൻ കൺട്രോൾ കൊണ്ടുവരുന്ന ബ്രിട്ടീഷുകാർ നോക്കുന്നുണ്ട്. അങ്ങനെ ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് എന്തുണ്ടാവുന്നത്, ബാറ്റിൽ ഓഫ് പ്ലാസി ഉണ്ടാവുന്നത്. അപ്പൊ എന്തൊക്കെയാ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ റീസൺ എന്തായിരുന്നു, ഫെർമനും ദസ്തക്കും മിസ്യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് എന്തായിരുന്നു, ഇവര് പൊളിറ്റിക്കൽ ആയിട്ടുള്ളതും റിലീജിയസ് ആയിട്ടുള്ള ആസ്പെക്ട്സിലേക്കൊക്കെ കടന്നു കയറാൻ ശ്രമിക്കുന്നു. മൂന്നാമതായിട്ട് ഒറ്റയടിക്ക് ബംഗാളിൽ ഇവരുടെ കൺട്രോൾ കൊണ്ടുവരാൻ നോക്കുന്നു. ഈ 3 റീസൺ കൊണ്ടാണ് എന്തുണ്ടാവുന്നത്, ബാറ്റിൽ ഓഫ് പ്ലാസി 1757 ഉണ്ടാവുന്നത്. ഇനി ബാക്കി നോക്കാം. Lord Clive of the East India Company entered into conspiracy against the Nawab of Bengal by winning over his commander-in-chief Mir Jafar, and Clive defeated the army of Nawab. അപ്പം വെറുതെ ഒന്നല്ല ഈ ഒരു ബാറ്റിൽ ഓഫ് പ്ലാസിയിൽ നമ്മൾ തോറ്റു പോകുന്നത്. അതിന് സിറാജുൽ ദൗള, അതായത് ബംഗാളിന്റെ നവാബായിട്ടുള്ള സിറാജുൽ ദൗളയെ ആര് തോപ്പിക്കുന്നുണ്ട്, നമ്മുടെ ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തോപ്പിക്കുന്നുണ്ട്. അതിനുള്ള റീസൺ ആണ് നമ്മൾ ഇനി പറയുന്നത്. ലോർഡ് ക്ലീവ് എന്നല്ല ഒരു പുള്ളി ഉണ്ടായിരുന്നു, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു വലിയ ഉദ്യോഗസ്ഥനായിരുന്നു ഈ ലോർഡ് ക്ലീവ് എന്ന് പറയുന്നത്. അദ്ദേഹം എന്താ ചെയ്യുന്നത്, ഈ സിറാജുൽ ദൗളയായിട്ട് ഒരു കോൺസ്പിറസി, ഒരു വാഗ്വാദത്തിൽ ഏർപ്പെടുക അല്ലെങ്കിൽ ഒരു വഴക്കിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഈ നവാബിനെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ തന്നെ കമാൻഡർ ഇൻ ചീഫ് ആയിട്ടുള്ള മിർജാഫറിനെ അതുവഴി ഈ ലോർഡ് ക്ലീവ് എന്താണ് ചെയ്യുന്നത്, ഈ നവാബിനെ തോൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. Thus, the victory of the East India Company under Clive paved the way for the conquest of India by the British. അപ്പം അങ്ങനെ ഈ മിർജാഫർ, അതായത് നവാബിന്റെ കമാൻഡർ ഇൻ ചീഫ് ആയിട്ടുള്ള മിർജാഫർ ഇവരെ ഒറ്റിക്കൊടുക്കുക, അല്ലെ ആരെയും നവാബിനെ ഒറ്റിക്കൊടുക്കുന്നതിനെ തുടർന്നാണ് എന്ത്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധികാരം എവിടെ വരുന്നത്, ഇന്ത്യയിൽ വരുന്നത്. The company got control over the entire trade of Bengal. അങ്ങനെ അധികാരം വന്നപ്പോ എന്താ പറ്റിയത്, ഈ ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലായി ഈ ബംഗാളിലെ ട്രേഡ് കൺട്രോൾ മുഴുവൻ. After this battle, the decline of Indian industries started rapidly. Thus, the Battle of Plassey laid the foundation of British rule in India. അപ്പം ഇതോടുകൂടി ഇവരുടെ കീഴിലാവുന്നു. അങ്ങനെ വന്നപ്പോൾ ഏറ്റവും വലിയ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ഒരുപാട് ഇൻഡിജീനിയസ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ഉണ്ടായിരുന്നു. അതെല്ലാം പയ്യെ നശിക്കാൻ തുടങ്ങുന്നു. കാരണം എന്താ, ഇവരെപ്പോഴും കൊമേഴ്ഷ്യലി ഇവർക്ക് യൂസ് ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എൻകറേജ് ചെയ്തിരുന്നത്. അത് ഇവിടുത്തെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള കുറേ ഇൻഡസ്ട്രീസിനൊക്കെ എന്താ തകരാറിലേക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി തന്നെ എന്താണ്, ബ്രിട്ടീഷിന്റെ അല്ലെങ്കിൽ ഒരു ബ്രിട്ടീഷ് റൂളിന്റെ ഫൗണ്ടേഷൻ കിട്ടുന്നത് തന്നെ ഈ ഒരു ബാറ്റിൽ ഓഫ് പ്ലാസി വെച്ചിട്ടാണ്. അല്ലെങ്കിൽ ബാറ്റിൽ ഓഫ് പ്ലാസി കൊണ്ടാണ് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ റൂൾ ചെയ്യാനുള്ള ഒരു ഫൗണ്ടേഷൻ കിട്ടുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? ആരൊക്കെ തമ്മിലായിരുന്നു ബാറ്റിൽ ഓഫ് പ്ലാസി നടന്നത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും സിറാജുൽ ദൗളയും. ഏത് വർഷമായിരുന്നു നടക്കുന്നത്? 1757. റീസൺസ് എന്തൊക്കെയായിരുന്നു? മേജർ റീസൺ എന്തായിരുന്നു? ഫെർമനും ദസ്തക്കും മിസ്യൂസ് ചെയ്തു. സെക്കൻഡ്ലി, ഹിന്ദു സബ്ജക്റ്റിലേക്കുള്ള ഇന്റർഫിയറൻസ് ആയിരുന്നു. മൂന്നാമത്തെ എന്ന് പറയുന്നത് എന്തായിരുന്നു? ബംഗാളിന്റെ കാര്യത്തിലേക്ക് അല്ലെങ്കിൽ ബംഗാളിലേക്ക് പെട്ടെന്ന് എക്സൈസ് ചെയ്യാൻ പറ്റും. ഈ ലീവ് ആരുടെ സഹായത്തോടു കൂടിയിട്ടായിരുന്നു ഈ സിറാജുൽ ദൗളയെ തോപ്പിക്കുന്നത്? ഓക്കെ, അദ്ദേഹത്തിന്റെ കമാൻഡർ ഇൻ ചീഫ് ആയിട്ടുള്ള മിർജാഫറിന്റെ സഹായത്തോടു കൂടിയിട്ടായിരുന്നു ആരെ തോപ്പിക്കുന്നത്? നവാബിനെ തോപ്പിക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു 3 ഈവൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് ഏതാണ്? ബാറ്റിൽ ഓഫ് പ്ലാസി. അത് നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത 1764. അപ്പം 1764 എന്ത് നടന്നത്? ബാറ്റിൽ ഓഫ് ബുക്സാർ നടന്നത്. അപ്പൊ ബാറ്റിൽ ഓഫ് പ്ലാസി നമ്മൾ എന്താ പറഞ്ഞ, ഒരു ഫൗണ്ടേഷൻ ആണെന്നല്ലേ പറഞ്ഞത്. ഇനി ഈ ബാറ്റിൽ ഓഫ് ബുക്സാർ അവിടെ എങ്ങനെയാണ് ചേഞ്ചസ് വരുത്തിയത് നമുക്ക് നോക്കാം. The Battle of Buxar was fought between the East India Company and the combined forces of Mir Qasim, deposed Nawab of Bengal, and Shah Alam, the Mughal Emperor. ആരൊക്കെ തമ്മിലായിരുന്നു? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും
അതുപോലെ തന്നെ കമ്പൈൻഡ് ഫോഴ്സസ് ഓഫ് 3 നവാബുമാര് ചേർന്നിട്ടുണ്ടായിരുന്ന ഒരു കമ്പൈൻഡ് ഫോഴ്സും ഒരു മുഗൾ എംപററും കൂടെ ചേർന്നിട്ടുണ്ടായിരുന്ന ഫോഴ്സും കൂടെ ചേർന്നാണ് ഇന്ത്യയിൽ ഒരു ഫൈറ്റ് വരുന്നത്, ഈ ബാറ്റിൽ ഓഫ് ബുക്സാറിൽ വരുന്നത്. ഇപ്പൊ ബാറ്റിൽ ഓഫ് ബുക്സാർ ആരൊക്കെ തമ്മിലായിരുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഒരു മുഗൾ എംപററും 3 നവാബുമാരും കൂടെ ചേർന്നിട്ടായിരുന്നു ബാറ്റിൽ ഓഫ് ബുക്സാർ നടക്കുന്നത്. ആരൊക്കെയായിരുന്നു? നമ്മളിവിടെ പറഞ്ഞു, മിർ ഖ്വാസിം ഉണ്ട്, അതുപോലെ നവാബ് ഓഫ് ബംഗാൾ, നവാബ് ഓഫ് ഔദ്, ഷാ ആലം, മുഗൾ എംപറർ. ഇപ്പൊ ഇത്രയും പേര് ചേർന്നിട്ടാണ് എന്ത് നടക്കുന്നത്? ബാറ്റിൽ ഓഫ് ബുക്സാർ നടക്കുന്നത്. Mir Jafar, the commander-in-chief of Nawab force, who had entered into conspiracy against the Nawab of Bengal, Siraj-ud-Dawla, succeeded him. നമ്മൾ നേരത്തെ പറഞ്ഞു ബാറ്റിൽ ഓഫ് പ്ലാസിൽ എന്തായിരുന്നു? മിർ ജാഫറിന്റെ കാര്യം പറഞ്ഞില്ലേ? മിർ ജാഫർ ആരായിരുന്നു? ബംഗാളിലെ നവാബായിട്ടുണ്ടായിരുന്ന സിറാജുദ്ദൗലയുടെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നു. അദ്ദേഹം ലോർഡ് ക്ലീവിന്റെ കൂടെ ചേർന്ന് സിറാജുദ്ദൗലയെ എന്ത് ചെയ്യുകയാണ്? സക്സീഡ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഡിഫീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. However, he was dethroned by the British as he failed to meet the heavy financial demand of the company. പക്ഷെ ഈ ബ്രിട്ടീഷുകാർ ചെയ്യുന്ന എന്താ? ബ്രിട്ടീഷുകാര് ഈ മിർ ജാഫറിന്റെ സഹായത്തോടു കൂടി സിറാജുദ്ദൗലയെ തോപ്പിക്കുകയും അതുവഴി ബംഗാളിൽ ട്രേഡ് നടത്താനുള്ള അധികാരവും ബംഗാൾ മുഴുവൻ അവരുടെ കീഴിലേക്ക് കൊണ്ടുവരുന്നു. ഇതിനുശേഷം ഇവർ ഈ മിർ ഖ്വാസിമിനെ പുറത്താക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് പുറത്താക്കുന്നത്? ഇവരൊരു ഫിനാൻഷ്യൽ ഡിമാൻഡ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് മീറ്റ് ചെയ്യാൻ ആർക്ക് പറ്റുന്നില്ല? ഈ സിറാജുദ്ദൗല, അതായത് അന്ന് സിറാജുദ്ദൗലയെ ചതിച്ച അല്ലെങ്കിൽ ഒറ്റിക്കൊടുത്ത ആ ഒരു കമാൻഡർ ഇൻ ചീഫ് ഉണ്ടല്ലോ മിർ ജാഫർ, ആ പുള്ളിക്ക് പറ്റുന്നില്ല. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാണ്? പുറത്താക്കുകയാണ് ചെയ്യുന്നത്. The company therefore appointed Mir Qasim, the son-in-law of Mir Jafar. പകരം ആരെ അപ്പോയിന്റ് ചെയ്യുന്നു? ഈ മിർ ജാഫറിന്റെ തന്നെ സൺ-ഇൻ-ലോ ആയിട്ടുള്ള മിർ ഖ്വാസിമിനെ അപ്പോയിന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എവിടുത്തെ നവാബായിട്ട്? ബംഗാളിലെ നവാബായിട്ട്. Mir Qasim, though appointed Nawab with the help of company, did not like to work as a puppet. He tried to check the illegal trade carried on by the servants of English East India Company. He abolished all duties on internal trade, thus giving his own subject a concession that the East India Company enjoyed. പക്ഷേ മിർ ഖ്വാസിം എങ്ങനെയായിരുന്നു? ഒരിക്കലും മിർ ജാഫറിനെ പോലെ ഒരു പപ്പറ്റിനെ പോലെ നിന്ന് കമ്പനിക്ക് വേണ്ടി സേവനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി അല്ലായിരുന്നു. അദ്ദേഹം അധികാരത്തിൽ വന്നതോടുകൂടി എന്താ ചെയ്യുന്നത്? അവിടെ നടന്നിരുന്ന ഇല്ലീഗൽ ട്രേഡ്, അതായത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവിടെ ഉണ്ടായിരുന്ന സെർവൻസ് ഫർമനും ദസ്തക്കും മിസ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇതിനെ പറ്റിയിട്ടുള്ള ഒരു അന്വേഷണക്കാരൻ നടത്തുകയാണ് ചെയ്യുന്നത്, മിർ ഖ്വാസിം നടത്തുന്നു. അതേപോലെ തന്നെ ഇന്റേണലി ട്രേഡ് നടത്താൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ഡ്യൂട്ടീസും ടാക്സസും എല്ലാം തന്നെ ആരെ ഇല്ലാണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ അബോളിഷ് ചെയ്യുകയാണ്? ഈ മിർ ഖ്വാസിം അബോളിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ബ്രിട്ടീഷുകാർക്ക് ഇഷ്ടപ്പെടുക, കാരണം ഇവർക്ക് ട്രേഡ് നടത്തുന്നതിന് ഒരു ടാക്സും കൊടുക്കണ്ട. കാരണം എന്താണ്? നമ്മുടെ നേരത്തെ പറഞ്ഞ ഒരു അതൊരു വിധത്തിലുള്ള ടാക്സോ കാര്യങ്ങളും കൊടുക്കണ്ട. അത് തന്നെയാണ് നമ്മൾ ഇന്ത്യയിലും പറയുന്നത്, സർവനും ദസ്തക്കിലും പറയുന്നത്. പക്ഷെ ഇങ്ങനെ മിർ ഖ്വാസിം വന്നിട്ട് ഇങ്ങനെ ഒരു ഇന്റേണൽ ട്രേഡിന് ഇവർക്ക് ഒരു ഡ്യൂട്ടീസും വേണ്ട, ഇന്ത്യക്കാർക്ക് ഒരു ഡ്യൂട്ടീസും കൊടുക്കണ്ട എന്ന് പറയുന്നതോടുകൂടി ഇവിടെ ആര് ഈക്വൽ ആവുകയാണ്? ബ്രിട്ടീഷുകാരും ഇന്ത്യൻസും ഈക്വൽ ആവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇത് ടോളറേറ്റ് ചെയ്യാൻ ആർക്ക് പറ്റുന്നില്ല? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് പറ്റുന്നില്ല. മിർ ഖ്വാസിം വാസ് ഡിഫീറ്റഡ് എന്ന സീരീസ് ഓഫ് ബാറ്റിൽ. എന്താണ്? കുറേ ബാറ്റിൽസിലൂടെ മിർ ഖ്വാസിം ആര് തോൽപ്പിക്കുകയാണ്? ബ്രിട്ടീഷുകാർ തോൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. He organized a confederacy with Nawab of Oudh, Shah Alam, Siraj-ud-Dawla and the Mughal Emperor. അപ്പം ഇങ്ങനെ മിർ ഖ്വാസിമിനെ കുറേ ബാറ്റിൽസിലൂടെ ആര് ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്? ബ്രിട്ടീഷുകാർ ഡിഫീറ്റ് ചെയ്യുന്നു. ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മിർ ഖ്വാസിം അവിടെ വെറുതെ ഇരിക്കുന്നുണ്ട്? ഇല്ല. അദ്ദേഹം ആരൊക്കെയായിട്ട് ചേർന്നാണ്? നവാബായിട്ടും ഔദിലെ നവാബായിട്ടും ഷാ ആലമായിട്ടും എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഗ്രൂപ്പായിട്ട് ബ്രിട്ടീഷുകാരെ അറ്റാക്ക് ചെയ്യാൻ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. The combined armies of the three Indian power met an English army at Buxar and the English won the battle. ഇവരുടെ എല്ലാം ഈ 4 പേരുടെ കമ്പൈൻഡ് ആയിട്ടുള്ള ആർമിയും ഇംഗ്ലീഷുകാരുടെ ആർമിയും കൂടെ ബുക്സാർ എന്നുള്ളൊരു സ്ഥലത്ത് വെച്ചിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുകയാണ്. ഇതിനകത്ത് ആരാണ് ജയിക്കുന്നത്? ഇംഗ്ലീഷുകാരുടെ ബാറ്റിൽ ജയിക്കുകയാണ് ചെയ്യുന്നത്.
The Treaty of Allahabad, by which the Battle of Buxar came to an end, proved very helpful to the company in exercising a numerous amount of control and power in Bengal, Bihar, Orissa, Oudh and Delhi. അപ്പം ഈ ഒരു വാർ എങ്ങനെയാണ് നിൽക്കുന്നത്? ഇവരൊരു ട്രീറ്റി സൈൻ ചെയ്യുന്നുണ്ട്, ട്രീറ്റി ഓഫ് അലഹബാദ് എന്ന് പറഞ്ഞിട്ട്. ആ ട്രീറ്റി ഓഫ് അലഹബാദ് പ്രകാരമാണ് ഈ ബാറ്റിൽ ഓഫ് ബുക്സാർ അവസാനിക്കുന്നത്. അങ്ങനെ ഈ ബാറ്റിൽ ഓഫ് ബുക്സാർ അവസാനിക്കുന്നതോടുകൂടി അന്നേ വരെ ബ്രിട്ടീഷുകാർക്ക് കൺട്രോൾ ഉണ്ടായിരുന്നത് ബംഗാൾ പ്രൊവിൻസസിലാണെങ്കിൽ അത് ഔദിലേക്കും ഡൽഹിയിലേക്കും കൂടെ സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ശരിക്കും നോക്കുമ്പോൾ എന്താ, ബാറ്റിൽ ഓഫ് പ്ലാസി ശരിക്കും ഇവർക്ക് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നിൽക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥലം മാത്രമായിരുന്നെങ്കിൽ ബാറ്റിൽ ഓഫ് ബുക്സാർ കൂടി എന്താണ്, അവർക്കൊരു പ്രൊവിൻസ് മൊത്തത്തിൽ അവരുടെ കീഴിലേക്ക് വരുവാണ് ചെയ്യുന്നത്. ഇതോടുകൂടി അവർക്കൊരു സോളിഡ് ഫൗണ്ടേഷൻ ഇന്ത്യയിൽ സെറ്റപ്പ് ചെയ്യാൻ സാധിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ ഇത്രയും? എന്തേലും ഡൗട്ട് ഇതിനകത്ത്? ബാറ്റിൽ ഓഫ് ബുക്സാർ ഏത് വർഷമായിരുന്നു നടന്നത്? 1764. ആരൊക്കെ തമ്മിലായിരുന്നു? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മർക്വാസിൻ, ബംഗാളിലെ നവാബും ഔദിലെ നവാബും ഷാലും, മുഗൾ എംപയറായിട്ടുള്ള ഷാലവും ചേർന്നിട്ടാണ് ബാറ്റിൽ ഓഫ് ബുക്സാർ നടക്കുന്നത്. അവസാനം ഇതിനകത്ത് ജയിക്കുന്നത് ആരായിരുന്നു? ബ്രിട്ടീഷുകാരായിരുന്നു അല്ലേ ജയിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ആദ്യം ഏതായിരുന്നു വർഷം? ആരെങ്കിലും പറഞ്ഞേ ഏതായിരുന്നു വർഷം? 1757 ആയിരുന്നു. അതിനുശേഷം ഏതാണ് ബാറ്റിൽ ഓഫ് ബുക്സാർ? ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലെ 1764. ഇതിനുശേഷം ഇവരുടെ അധികാരം കൂടാൻ വേണ്ടിയിട്ട് വേറൊരു കാരണമാണ് ഡ്യുവൽ ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഈ ഡ്യുവൽ ഗവൺമെന്റ് ഇൻ ബംഗാൾ ഏകദേശം 1765, അതായത് ബാറ്റിൽ ഓഫ് ബുക്സാറിന് വർഷം തൊട്ട് ഇവർ ഈ ഡ്യുവൽ ഗവൺമെന്റ് എന്നുള്ള ബംഗാളിൽ കൊണ്ടുവരുവാണ്. കാരണം ആ ബുക്സാറോട് കൂടി എന്താ, ബ്രിട്ടീഷുകാർക്ക് ഭരിക്കാനുണ്ടായിരുന്ന ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഒരു പ്രൊവിൻസ് തന്നെ കിട്ടുവാണല്ലേ, അവരുടെ അധികാരം ഇവിടെ വളരെയധികം കൂടി വരുവാണ് ചെയ്യുന്നത്. അതിനുശേഷം അവർ കൊണ്ടുവന്ന ഒരു ഇതായിരുന്നു ഡ്യുവൽ ഗവൺമെന്റ് ഇൻ ബംഗാൾ എന്ന് പറയുന്നത്. After the Battle of Buxar, a new form of government known as dual government or double government was introduced. Dual government അല്ലെങ്കിൽ ഡബിൾ ഗവൺമെന്റ് എന്നുള്ളൊരു ബ്രിട്ടീഷുകാർ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ബുക്സാർ ബാറ്റിലിന് ശേഷം. ഇത് റിമൈൻഡ് ഇൻ ഓപ്പറേഷൻ ഡ്യൂറിങ് 1765 and 1772. ഏത് കാലഘട്ടമായിരുന്നു? 1765 തൊട്ട് 1772 വരെയുള്ള കാലഘട്ടങ്ങളിലായിരുന്നു. The double government is associated with the name of Robert Clive. Under this type of government, the management of state affairs was divided between the company and the Nawab of Bengal, and the company enjoyed the power. അപ്പൊ ഇതിനകത്ത് എന്താ പറയുന്നത്, ഈ ഒരു ഡ്യുവൽ ഗവൺമെന്റ് അല്ലെങ്കിൽ ഡബിൾ ഗവൺമെന്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വരുന്നത് ബാറ്റിൽ ഓഫ് ബുക്സാറിന് ശേഷം ആയിരുന്നു. ഈ ഒരു സിസ്റ്റം റിവീൽ ചെയ്തിരുന്ന അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്തിരുന്ന ടൈം പീരീഡ് എപ്പോഴായിരുന്നു? 1765 മുതൽ 1772 വരെയുള്ള കാലഘട്ടങ്ങളിലായിരുന്നു ഇത് എക്സിസ്റ്റ് ചെയ്തിരുന്നത്. ഇത് ആരുടെ ഐഡിയ ആയിരുന്നു? റോബർട്ട് ക്ലീവ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ബാറ്റിൽ ഓഫ് പ്ലാസിയുടെ സമയത്ത് റോബർട്ട് ക്ലീവിന്റെ നിർദ്ദേശപ്രകാരം മിർ ജാഫർ സിറാജ് ദൗളയെ തോൽപ്പിച്ചുകൊണ്ടാണ് ബംഗാളിൽ അധികാരം വരുന്നത്. അതേ റോബർട്ട് ക്ലീവിന്റെ കീഴിലാണ് എന്തും വരുന്നത്, ഈ ഡ്യുവൽ കൺസെപ്റ്റ് വരുന്നത്. അപ്പം ഈ ഡ്യുവൽ ഗവൺമെന്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് പ്രകാരം ഇന്ത്യയുടെ സ്റ്റേറ്റ് ഡിവൈഡ് ചെയ്യുന്നത്, അതായത് കമ്പനിക്കും അധികാരമുണ്ട്, അതേസമയം ബംഗാളിൽ നവാബിനും അധികാരമുണ്ട്. പക്ഷെ എന്താ, ഏറ്റവും കൂടുതൽ പവർ എൻജോയ് ചെയ്തിരുന്ന ആരായിരുന്നു? കമ്പനി ആയിരുന്നു പവർ എൻജോയ് ചെയ്തിരുന്നത്. പക്ഷെ റവന്യൂ കളക്ട് ചെയ്യുക, അങ്ങനെയുള്ള ബാക്കി എല്ലാ ഫിനാൻസസിന്റെയും മിലിറ്ററിയുടെയും കാര്യങ്ങളും ഒക്കെ ആരുടെ കീഴിൽ കൊണ്ടുവരുന്നുണ്ട്? ഇന്ത്യൻ ഓഫീസേഴ്സിന്റെ കയ്യിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പം മൊത്തം ബേർഡനും ആർക്കാണ് വരുന്നത്? ഇന്ത്യൻ ഓഫീസേഴ്സിനാണ് വരുന്നത്. എങ്കിൽ പോലും എല്ലാ പ്രോഫിറ്റും കിട്ടുന്നത് ആർക്കായിരുന്നു? കമ്പനിക്കായിരുന്നു. അതാണ് ഈ സെന്റൻസിൽ പറയുന്നത്. The company of the responsibility of revenue collection fell upon the shoulders of Indian officers. അപ്പം ഈ റവന്യൂ കളക്ട് ചെയ്യുക എന്നുള്ള ആ ഒരു ഉത്തരവാദിത്തം മുഴുവൻ ആരുടെ കീഴിലായിരുന്നു? ഇന്ത്യൻ ഓഫീസേഴ്സിന്റെ കീഴിലായിരുന്നു. അതേപോലെ മിലിറ്ററിയെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന കാര്യങ്ങളും ആരുടെ കീഴിലായിരുന്നു വന്നിരുന്നത്? ഇന്ത്യൻ ഓഫീസേഴ്സിന്റെ കയ്യിലായിരുന്നു. പക്ഷെ ഈ മിലിറ്ററിയുടെ ഫിനാൻസിന്റെ എല്ലാത്തിനും ഡയറക്റ്റ് കൺട്രോൾ ആരുടെ കയ്യിൽ തന്നെയായിരുന്നു?
കമ്പനി. ഇപ്പൊ പുറമേ നിന്ന് നോക്കുമ്പോഴത്തേക്കും പണിയെല്ലാം ആരെടുക്കണം? ഇവിടുത്തെ ഇന്ത്യൻ ഓഫീസേഴ്സ് എടുക്കണം. ബാക്കി ഡയറക്റ്റ് കൺട്രോൾ എല്ലാവരുടെ കീഴിലായിരുന്നു, കമ്പനിയുടെ കീഴിലായിരുന്നു. ഇൻഡയറക്ട്ലി ദ കൺട്രോൾ ദ സിവിൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പം സിവിൽ അഡ്മിനിസ്ട്രേഷൻ പയ്യെ പയ്യെ ഇൻഡയറക്ട്ലി ഇവരുടെ കീഴിലേക്ക് വന്നു തുടങ്ങി. ദ അൾട്ടിമേറ്റ് സഫേഴ്സ് ബൈ ദ പീപ്പിൾ, നെയ്തർ ദ കമ്പനി നോർ ദ നവാബ്. അപ്പം ശരിക്കും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടിരുന്നത് ഈ നവാബുമാരും അല്ല, അതേപോലെ തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയല്ല, ഇവരാൽ ഭരിക്കപ്പെട്ടിരുന്ന ആൾക്കാരായിരുന്നു ഏറ്റവും കൂടുതൽ ഇതിന്റെ ഇടയിൽ കിടന്ന് സഫർ ചെയ്തവര്. The British rule began in India after the Battle of Plassey in 1757. നേരത്തെ പറഞ്ഞാണ് ബാറ്റിൽ ഓഫ് പ്ലാസിക്ക് ശേഷം ആണ് ബ്രിട്ടീഷ് റൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം the East India Company ruled from 1757 to 1858. ഏകദേശം 1757 മുതൽ 1858 വരെയുള്ള കാലങ്ങളിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ ഭരിക്കുന്നുണ്ട്. After 1858, power was transferred to the Crown of British government and continued till 1947. അപ്പം നമ്മൾ പറഞ്ഞു 1757 ബ്രിട്ടീഷുകാരുടെ റൂൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഏകദേശം ബ്രിട്ടീഷുകാർ എന്ന് പറയുമ്പോഴത്തേക്കും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ഏകദേശം 1858 കാലയളവ് വരെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇന്ത്യയിൽ എന്തായിരുന്നു? ക്രൗൺ റൂൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് എന്ന് വരെയാണ് എക്സിസ്റ്റ് ചെയ്തിരുന്നത്? 1947. അതായത് നമുക്ക് ഫ്രീഡം കിട്ടുന്നവരെ പിന്നെ എന്തായിരുന്നു ഇവിടെ? ക്രൗൺ റൂൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. The policies of East India Company were directed towards deriving maximum benefit from the Indian trade. Incidentally, this was also the period during which England was passing through Industrial Revolution. ഇപ്പൊ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും വലിയ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ പോളിസി എന്ന് പറയുന്നത് ഇവിടുന്ന് കിട്ടാവുന്ന മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കുക. അതിന് അവരെ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ചത് എന്തായിരുന്നു? ഇതേ സമയം ഇംഗ്ലണ്ടിലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടക്കുമായിരുന്നു. അതിനും കൂടെ ഉപകാരപ്രദമാകുമെന്ന് കരുതിയിട്ടാണ് ഇവർ ഇന്ത്യക്ക് എത്രത്തോളം ചൂഷണം ചെയ്യും അതുവഴി മാക്സിമം ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. The expanding industries of the England needed market for their product. അതുപോലെ ഇംഗ്ലണ്ടിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടക്കുമ്പോൾ അവിടെ ഒരുപാട് മാർക്കറ്റും കാര്യങ്ങളും വരുന്നുണ്ട് അല്ലെ? അവിടെ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സ് ഇവിടെ കൊണ്ട് വിറ്റാൽ മാത്രമേ ഇവർക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ അവരുടെ പ്രൊഡക്ട്സ് വിൽക്കാനുണ്ടായിരുന്ന ഒരു മാർക്കറ്റ് കൂടിയായിട്ടാണ് ഇന്ത്യ ബ്രിട്ടീഷുകാർ നോക്കിക്കണ്ടിരുന്നത്. Thus, the period of the rule of English East India Company can be seen as one of the persuading Indian people to sell foodstuff, raw cotton, raw jute, tea, indigo, and other agricultural products to satisfy the overgrowing hunger of the British industrial mission. On the other hand, the East India Company wanted to force the machine-made manufacturers turned by the British industries on the Indian people. Well, this end in view, it used the arm of the conqueror to destroy Indian handicraft and encourage commercialization of Indian agriculture. ഇതിനകത്ത് പറയുന്നുണ്ട്, നമ്മളിവിടെ പറഞ്ഞല്ലേ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടക്കുമായിരുന്നു. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് ഫോറിൻ പ്രോഡക്ട്സ് ഉണ്ടാകും. ആ ഫോറിൻ പ്രോഡക്ട്സ് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസ് അവർക്ക് അവൈലബിൾ അല്ലായിരുന്നു. ആ റോ മെറ്റീരിയൽസ് അവരെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോകുന്നു, തിരിച്ചത് പ്രോഡക്റ്റ് ആക്കിയിട്ട് ഇവിടുന്ന് ഇവർ ഈ റോ മെറ്റീരിയൽസ് വാങ്ങേണ്ട ഇരട്ടി വിലയ്ക്കാണ് അവർ ആ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഇവിടെ കൊണ്ട് വിറ്റുന്നത്. അതുവഴി അവർക്ക് നല്ലൊരു ലാഭം കിട്ടുന്നുണ്ട്. അപ്പൊ മൊത്തത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യയെ നോക്കിക്കണ്ടിരുന്നത് അവരുടെ സാധനം വിൽക്കാനുള്ള ഒരു മാർക്കറ്റ്, അവർ റോ മെറ്റീരിയൽ എടുക്കാനുണ്ടായിരുന്ന സ്ഥലമായിട്ട് മാത്രമായിരുന്നു. ഇങ്ങനെ ഇവിടെ ചെയ്യുന്നതിന്റെ സമയത്ത് ഇവിടെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിന് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് ഇന്ത്യയിലെ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി നശിക്കുക. അതായത് ഇവിടെ അഗ്രികൾച്ചറിലൊക്കെ ഒരു കൊമേഴ്ഷ്യലൈസേഷൻ, അതായത് നമുക്ക് ഡെയിലി വേണ്ട അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇവിടെ സാധാരണ യൂസിൽ ഉണ്ടായിരുന്ന ക്രോപ്സും കാര്യങ്ങളും എന്താ അതിന്റെ കൾട്ടിവേഷൻ ഒക്കെ കുറഞ്ഞു വന്നു. അങ്ങനെ ഇവരുടെ ഈ ഒരു ഡ്യുവൽ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇവരുടെ ഇവിടുന്ന് റോ മെറ്റീരിയൽസ് കൊണ്ടുപോയി അവിടെ ഉണ്ടായിരുന്ന പ്രോഡക്ട്സ് ഇവിടെ കൊണ്ട് വിൽക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജി ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും ഇവിടെ ഉണ്ടായിരുന്ന ഹാൻഡിക്രാഫ്റ്റും അതുപോലെ ഇൻഡിജിനസ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസും നശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് എന്ത് വരുന്നത്? ബംഗാളില് ഈ ഒരു
ബ്രിട്ടീഷുകാരുടെ അധികാരം വരുന്നത്. ഇത്രയും ഓക്കെ അല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?